നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണാടികൾ പുറകിൽ മെർക്കുറി പൂശിയ ഗ്ലാസ് ആണ്. എന്നാൽ ആറന്മുള കണ്ണാടി ഗ്ലാസ് അല്ല, അതൊരു ലോഹക്കൂട്ടാണ്. ചെമ്പും വെളുത്തിയവും ഒരു പ്രത്യേക അളവിൽ ഉരുക്കി ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ അളവ് കൃത്യമായില്ലെങ്കിൽ കണ്ണാടി പൊട്ടിപ്പോകും, അല്ലെങ്കിൽ പ്രതിബിംബം തെളിയില്ല. ഈ അളവ് ആണ് ആ കുടുംബം ഇന്നും രഹസ്യമായി സൂക്ഷിക്കുന്നത്. ഇത് നിർമ്മിക്കാൻ ഒരു പ്രത്യേക തരം മണ്ണാണ് ഉപയോഗിക്കുന്നത്. ആറന്മുളയിലെ പാടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ മണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച അച്ചുകളിലാണ് ലോഹം ഉരുക്കിയൊഴിക്കുന്നത്. ലോഹം തണുത്തു കഴിഞ്ഞ് ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം കൈകൊണ്ട് തേച്ച് മിനുക്കിയെടുക്കുമ്പോഴാണ് അതിൽ മുഖം കാണാൻ കഴിയുന്ന രീതിയിൽ തിളക്കം വരുന്നത്. സാധാരണ കണ്ണാടിയുടെ ഗ്ലാസിന് പുറകിലാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗ്ലാസിന്റെ കട്ടി കാരണം ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ ആറന്മുള കണ്ണാടിയിൽ ലോഹത്തിന്റെ ഉപരിതലത്തിൽ തന്നെ പ്രതിബിംബം ഉണ്ടാകുന്നു. ഒരു പേനയുടെ തുമ്പ് സാധാരണ കണ്ണാടിയിൽ തൊട്ടാൽ പ്രതിബിംബവും പേനയും തമ്മിൽ ഗ്ലാസിന്റെ കട്ടി കാരണം ഒരു ചെറിയ ഗ്യാപ്പ് കാണാം. എന്നാൽ ആറന്മുള കണ്ണാടിയിൽ തൊട്ടാൽ പേനയും പ്രതിബിംബവും തമ്മിൽ ഒട്ടും അകലമുണ്ടാവില്ല. പണ്ട് ആറന്മുള ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിക്കാൻ വന്ന ശില്പികൾക്ക് രാജാവ് നൽകിയ ലോഹക്കൂട്ടിൽ മാറ്റം വന്നപ്പോൾ അത് കണ്ണാടി പോലെ തിളങ്ങുന്നത് അവർ ശ്രദ്ധിച്ചു. ഇത് ദേവിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.